നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് ഏതൊരു വിമാന കമ്പനിയും പ്രഥമ പരിഗണന നൽകുന്നത്. അതിനാൽ ആവശ്യമായ എല്ലാ സുരക്ഷാ പരിശോധനകൾക്കും ശേഷമാണ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് വിമാനം യാത്രയ്ക്കായി പുറപ്പെടുന്നത് തന്നെ. നൂറുകണക്കിന് യാത്രക്കാരുമായി ആകാശമാർഗേണ പോകുന്ന വിമാനങ്ങളിൽ ചെറിയൊരു വീഴ്ചയുണ്ടെങ്കിൽ പോലും പറക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെടും. ഒന്നുകിൽ സാങ്കേതിക തകരാർ പരിഹരിച്ച ശേഷമോ അതുമല്ലെങ്കിൽ മറ്റൊരു വിമാനത്തിലോ ആളുകളെ യഥാസ്ഥാനത്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ, അതായത് എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോ യാത്രക്കാരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതായിരുന്നു. വീഡിയോയിൽ എയർ ഇന്ത്യ വിമാനത്തിനുള്ളിൽ മഴയിലെന്ന പോലെ വെള്ളം ചോർന്നൊലിക്കുന്നതായിരുന്നു കാഴ്ച. ഓവർഹെഡ് ബിന്നിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വെള്ളം വീഴുന്ന ഭാഗത്തെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതും യാത്രക്കാർ മറുഭാഗത്ത് ഇരിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും. യാത്രക്കാരിൽ ചിലർ നല്ല ഉറക്കത്തിലായിരുന്നു. വെള്ളം ശരീരത്തിൽ വീഴാതിരിക്കാൻ ചിലർ തുണി കൊണ്ട് ശരീരം മൂടിയിരിക്കുന്നു. വിമാനത്തിനുള്ളിൽ മുഴുവനും വെള്ളം തളം കെട്ടി നിൽക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും. വിമാനത്തിനുള്ളിൽ വെള്ളം ചോരുന്നതിനാൽ ഇടയ്ക്ക് യാത്രക്കാരുടെ പൈലറ്റ് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് നടത്തുന്നതായും വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും. ഒരു ട്വിറ്റർ ഉപയോക്താവാണ് ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. എയർ ഇന്ത്യയിലെ യാത്ര പറഞ്ഞറിയിക്കാനാവാത്ത അനുഭവം എന്ന ക്യാപ്ഷനോടെയാണ് ഇദ്ദേഹം വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. 8.5 ലക്ഷത്തോളം പേരാണ് ഈ വീഡിയോ ഇതിനകം കണ്ടത്. എന്തൊരവസ്ഥയാണ്! എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ ആളുകൾ എങ്ങനെ മുന്നോട്ട് വരും? വീഡിയോ വൈറലായതിന് പിന്നാലെ നിരവധി പേരാണ് ഇതിന് താഴെ കമന്റ് ഇട്ടത്. രസകരമായ കമന്റുകളോടൊപ്പം തന്നെ രൂക്ഷമായ വിമർശനവും വീഡിയോയ്ക്ക് താഴെ ഉയരുന്നുണ്ട്. സംഭവം ദയനീയമാണെന്നും യാത്രക്കാർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ചിലരുടെ വാദം. മറ്റൊരാൾ എഴുതിയത്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധീരരായ യാത്രക്കാർ, അവരിൽ കുറച്ചുപേർ ഉറങ്ങുകയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പലപ്പോഴും വിമാനങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ചിലപ്പോൾ AC-ക്ക് ലീക്ക് ആയിരിക്കുമെന്നും ചിലർ എഴുതി. മഞ്ഞ് അല്ലെങ്കിൽ ഐസ് ധാരാളമായി ഓവർഹെഡ് ബിന്നിൽ നിറഞ്ഞിട്ടുണ്ടാകാമെന്നും എന്നാൽ പിന്നീട് വിമാനത്തിന്റെ ബോഡി ചൂടായതോടെ പെട്ടെന്ന് ഈ ഐസ് ഉരുകി വെള്ളമായി വീണതാകുമെന്നും ചിലർ കുറിച്ചു. സാധാരണഗതിയിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന വെള്ളം വിമാനത്തിന്റെ ബോഡിയുടെ വശങ്ങളിലേക്ക് പോവാറാണ് ഉള്ളത്. എന്നാൽ എലിയോ മറ്റ് ജീവികളോ ഇൻസുലേഷൻ കടിച്ച് മുറിച്ചിട്ടുണ്ടാകാമെന്നും അങ്ങനെയാകാം ചോർച്ച സംഭവിച്ചതെന്നും മറ്റൊരു സാധ്യതയും കാണുന്നില്ലെന്നും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. 2018 ഫ്രാങ്ക്ഫർട്ട് ഡൽഹി യാത്രയിൽ സമാന അനുഭവം നേരിട്ടിരുന്നതായി ഒരു വ്യക്തി എഴുതിയിട്ടുണ്ട്. എയർ കണ്ടീഷനിലെ തകരാറായിരുന്നു കാരണമെന്നും 10 മിനിറ്റിനകം പ്രശ്നം പരിഹരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. 1957 മുതൽ 2001 വരെ എയർ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു. 2022 ജനുവരിയിൽ ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യയെ ഏറ്റെടുത്തെങ്കിലും നിലവാരത്തിലോ ഗുണമേന്മയിലോ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ചിലർ പരാതി പറഞ്ഞു. അതേസമയം വിമാനത്തിലെ ചോർച്ചയോട് എയർ ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.